മമ്മൂട്ടി മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്ന ഒരു വാരമാണ് കടന്നുപോയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വന്ന അഭ്യൂഹങ്ങൾക്കു വിരാമമിട്ടു മമ്മൂട്ടി തിരിച്ചുവരികയാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 8:10 ബസൂക്കയുടെ ട്രെയിലർ റിലീസ് ആവുകയാണ്. നാളെ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാന്റെ റിലീസ് ഉണ്ടായിട്ടു പോലും ബാസുകയെ കാത്തിരിക്കുകയാണ് എല്ലാവരും. കാരണം ഈ ചിത്രത്തിലെ കഥാപാത്രം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സ്റ്റൈലിഷ് വേഷങ്ങളിൽ ഒന്നാണ്. പൂർണ്ണ ആരോഗ്യവനായി ലോഞ്ചിന് മമ്മൂട്ടി പങ്കെടുക്കും എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സിനിമ എമ്പുരാനും മുകളിൽ പറക്കും എന്നുവരെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇറക്കിയ പണത്തിന്റെ അടിസ്ഥാനത്തിലോ പ്രൊമോഷന്റെ അതിപ്രസരം കൊണ്ടോ സിനിമകൾ വിജയിക്കുന്ന രീതി മലയാളത്തിൽ ഇല്ലെന്നിരിക്കെ ഒരു മികച്ച മൈൻഡ് ഗെയിം ത്രില്ലർ ആയ ബസൂക്കയുടെ കളക്ഷൻ എമ്പുരാന് മുകളിൽ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ബഡ്ജറ്റ് വെച്ചു നോക്കുമ്പോൾ എമ്പുരാനേക്കാളും സാമ്പത്തിക ലാഭം നേടാനും ബാസൂക്കയ്ക്ക് കഴിയും. മമ്മൂട്ടിയുടെ ടീസർ നൽകുന്ന സൂചനയും അതുതന്നെയാണ്. വൻ മുതൽ മുടക്കിൽ 3 നിർമ്മാതാക്കൾ ഉള്ള എമ്പുരാന് ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ പോലും കേരളത്തിന് പുറത്തുനിന്നുള്ള കളക്ഷൻ നിർണായകമാണ്. 300 കോടിക്ക് മുകളിൽ നേടിയാലേ ഇതു സാധ്യമാകൂ. മറുവശത്തു എമ്പുരാന്റെ ബഡ്ജറ്റിന്റെ പകുതിക്കും താഴെ മാത്രം ബഡ്ജറ്റ് ഉള്ള ബാസൂക്കയ്ക്ക് പോസിറ്റീവ് നേടാൻ കഴിഞ്ഞാൽ ഈ പെരുന്നാൾ വിഷു സ്കൂൾ അവധിക്കാലത്ത് വൻ കുതിപ്പ് ബോക്സ് ഓഫീസിൽ നടത്താൻ സാധിക്കുകയും 100 കോടിക്ക് മുകളിൽ എത്താനും കഴിയും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.